ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വീൻ ടൈമിക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള ലെഗിൻസ് കൊണ്ട് കുഞ്ഞുങ്ങളുടെ ഒരു ഉടുപ്പ് എങ്ങനെ തയ്ച്ചെടുക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതും കൂടി കട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ ആയിരിക്കും ഇതിരിക്കുന്നത്. ഇനി നമുക്ക് മാർക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ലെങ്ത്ത് തയ്യൽ തുമ്പ് അടക്കം ഞാൻ എടുക്കുന്നത് 27 ഇഞ്ചാണ്. ഈ ഒരു ഭാഗം നമുക്കിതുപോലെ വരച്ചെടുക്കാം. ഇവിടെ ആയിരിക്കും ഷോൾഡർ വരുന്നത്. ഇന്നത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ത്ത് എത്ര വേണം അത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണം. ഇനി ഈ കട്ട് ചെയ്ത പീസിനെ നമുക്കിതുപോലെ 4 ആക്കി മടക്കാം. ഇനി ഷോൾഡറിൻ്റെ വീതി എടുക്കുന്നത് 5 ഇഞ്ചാണ്. അതിവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷോൾഡർ എത്രയാണ് വരണത് അത് കറക്റ്റ് ഇതുപോലെ മെഷർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തികയണില്ലെങ്കിൽ കുറച്ചും കൂടി താഴേക്കാക്കി ടേപ്പ് വെച്ചിട്ട് അടയാളപ്പെടുത്താം. ഇനി ഇവിടെ നിന്ന് കൈക്കുഴി അത് ഞാൻ 6 ഇഞ്ചാണ്. ഇതുപോലെ അടയാളപ്പെടുത്താം. എന്നിട്ട് അതിനൊരു ഇതുപോലൊരു ഷേപ്പ് കൊടുക്കുകയാണ്. ഇനി നെക്കിൻ്റെ ഇവിടുത്തെ വീതി 2.25 ഇഞ്ചാണ്. നെക്കിൻ്റെ ലെങ്ത്ത് 2.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പോൾ ബാക്കും ഫ്രണ്ടിലും ഈ സെയിം അളവ് തന്നെയാണ്. ഇവിടെ ചെസ്റ്റ് റൗണ്ട് അതിവിടെ 25 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 അടയാളപ്പെടുത്താം, അതായത് 6.5 ഇഞ്ച്. ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരു ഏലൈൻ ഷേപ്പിൽ വരച്ചു കൊടുത്താൽ മതി. ഇനി ഇതിനിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ താഴത്തെ ഭാഗം ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ആ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെ വയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ സ്ലീവ് റൗണ്ട് വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു റഫിൾ സ്ലീവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെട്ടിക്കഴിഞ്ഞ് ബാക്കി കുറച്ച് പീസ് ഇട്ടുണ്ടാവും. അത് വെച്ച് നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ തുണീന് ഇതുപോലെ 2 ആക്കി മടക്കാം. അതിന് ശേഷം കോണാക്കി ഇതുപോലെ മടക്കാണ്. ഇനി ഇവിടെ കൈക്കുഴിൻ്റെ പകുതി, അതായത് 7 ഇഞ്ചായിരുന്നു, അതിൻ്റെ പകുതി 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇവിടുന്ന് ആ പോയിൻറ്റ് 3.5 ഇഞ്ച് എവിടെയാണ് വരുന്നത് അവിടെ ആയിട്ട് ഈ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലൊരു ഷേപ്പ് കൊടുക്കുക. അത് 5 ഇഞ്ചിലാണ് ആ ഒരു ഷേപ്പ് വരണത്. അപ്പം ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. ഇവിടെയാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത്. ആ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഈ ടേപ്പ് ഇതിന് മുകളിൽ വെച്ചിട്ട് 8 ഇഞ്ച്, അതായത് 3 ഇഞ്ച് വരണ ഭാഗമാണ് അത്. അവിടെ ഇതുപോലെ കർവ് ഷേപ്പിൽ തന്നെ വരച്ചു കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ സ്ലീവിൻ്റെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിവർത്തി കഴിയുമ്പോൾ ഇതുപോലൊരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ചുരുക്കിട്ടിട്ട് ഒരു റഫിൾ സ്ലീവ് പോലെ കൊടുക്കാം. അപ്പോൾ ഇവിടെയായിട്ട് ഈ ആം ഹോളിൻ്റെ ഇവിടെയായിട്ടാണ് നമ്മളത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചുരുക്കിടാൻ കിട്ടും. ഇതുപോലെ തുണീൻ്റെ നല്ല വശത്ത് സ്ലീവ് വെച്ചിട്ട് ചെറിയൊരു ഫ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇവിടെ 2 സ്ഥലത്തും ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
ഇനി ഈ നെക്കിൻ്റെ അവിടെ പൈപ്പിങ് വയ്ക്കാൻ ഇതുപോലെ ഒരു ഇഞ്ച് വീതിയുള്ള ഒരു ഫാബ്രിക് എടുക്കാം. എന്നിട്ട് ഇതിന് ഇതുപോലെ മടക്കിയിട്ട് ചെറിയ പൈപ്പിങ് സാധാ നമ്മൾ നെക്കിൽ പൈപ്പിങ് വയ്ക്കണ പോലെ വെച്ച് കൊടുക്കാം. ഇനി ഇവിടെ ഈ 2 ഭാഗം ഞാൻ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ വേസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇലാസ്റ്റിക് വയ്ക്കുന്നത്. അപ്പോൾ ഈ ലെഗിൻസ് ബനിയൻ സ്റ്റഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ഇലാസ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് എടുക്കുന്നത് 11.5 ഇഞ്ചിലാണ്. ഇവിടെ ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന തുണിയുടെ നീളം 10 ഇഞ്ചുണ്ട്. ഇതുപോലെ നമുക്ക് ഇതിപ്പോൾ എൻ്റെ നീളം വരുന്നത് ഒരു 20 ഇഞ്ചുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി നിങ്ങൾ എടുത്താൽ മതിയാവും. 10 ഇഞ്ച് എടുത്താൽ മതി. ബാക്കി ഇതുപോലെ നമുക്ക് വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവിൽ ആ ഇലാസ്റ്റിക് എടുക്കരുത്. ഒരു 5 ഇഞ്ചോ 3 ഇഞ്ചോ കുറച്ചിട്ട് എടുക്കാം. എന്നാലും അത് ആ ചുരുക്കിൽ ഇതുപോലെ കിടക്കുള്ളൂ. ജസ്റ്റ് ഇതുപോലെ തുണിയുടെ മുകളിലായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ ഇലാസ്റ്റിക് വയ്ക്കുന്നത് ഈ ഉടുപ്പിൻ്റെ ചീത്ത വശത്ത വേണം. എന്നിട്ട് ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ള് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ആ ചുരുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തുണീൻ്റെ നല്ല വശത്ത് ഒരിക്കലും ഇതുപോലെ അടിക്കരുത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടോപ്പ് പാറ്റേൺ ആണത്. ഇനി നമുക്ക് 2 സൈഡും അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ആ 2 സൈഡിൽ ഞാൻ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു എ ലൈൻ ഷേപ്പിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ തുണീൻ്റെ നല്ല വശം ചേർത്തിട്ട് 2 സൈഡ് അടിച്ചു കൊടുക്കാം കേട്ടോ. ഈ സ്ലീവ് അടക്കം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി താഴ്ഭാഗം ഒന്ന് ജസ്റ്റ് മടക്കി തയ്ച്ചാൽ മതി. അപ്പോൾ ഇതൊരു പ്ലെയിൻ ലെഗിൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് കൊണ്ട് കുറച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മിക്കി മൗസിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളല്ലേ ഇത് തയ്ക്കാം. അപ്പോൾ എല്ലാവരും പഴയ ലെഗിൻസ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ തയ്ച്ചതിൻ്റെ ഫോട്ടോസ് എൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.